നമസ്കാരം. ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇറാനെതിരായ മിന്നലാക്രമണത്തിന് ഉത്തരവിട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവസാന നിമിഷം പിന്മാറി സമാധാനത്തിന്റെ മുഖംമൂടി അണിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. ഇനി എപ്പോ അതായത് ഈ നിലപാടിൽ എപ്പോ മാറ്റം ഉണ്ടാകും എന്ന കാര്യത്തിൽ മാത്രമേ ഇനി സംശയം വേണ്ടൂ. കാരണം നിലപാടുകൾ എപ്പോഴും മലക്കം മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരു സമയത്ത് യുദ്ധം നിർത്തുകയാണ് എന്ന് പറയുകയും അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും തന്റെ നിലപാട് മാറ്റി വീണ്ടും ആക്രമണത്തിലേക്ക് തിരിയുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് നിലവിൽ ട്രംപിന്റേതായി നമുക്ക് കണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും ഇറാനിലെ വ്യോമതാവളങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും ബോംബുകൾ വർഷിക്കാൻ വിമാനങ്ങൾ റൺവേയിൽ തയ്യാറാക്കി നിൽക്കവെയാണ് താൻ ആക്രമണം റദ്ദാക്കുന്നു എന്ന നാടകീയമായ പ്രഖ്യാപനവുമായി ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ രംഗത്തെത്തിയത്. ഇത് തന്നെയാണ് മലക്കം മറച്ചിൽ എന്ന് നമുക്ക് പച്ചമലയാളത്തിൽ പറയാം. എന്തായാലും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമോന്നത നേതൃത്വവുമായി നടത്തിയ വിജയകരമായ ചർച്ചകൾക്കൊടുവിലാണ് ഈ പിന്മാറ്റം എന്നാണ് ട്രംപിന്റെ അവകാശവാദം. എന്തായാലും ഒരു വശത്ത് ഇടിമുഴക്കത്തോടെ സൈനിക ഭീഷണി മുഴക്കുകയും മറുവശത്താകട്ടെ ഒരൊറ്റ നിമിഷം കൊണ്ട് സമാധാനത്തിന്റെ ദൂതനായി വേഷം മാറുകയും ചെയ്യുന്ന ട്രംപിന്റെ ഈ ഇരട്ടത്താപ്പ് രാഷ്ട്രീയ നിരീക്ഷകരെ പോലെ അക്ഷരാർത്ഥത്തിൽ ഒരു നിലപാടില്ലാത്ത മനുഷ്യന് എന്നുള്ള ഒരു ലേബല് ട്രംപിന് ചാർത്തി കൊടുക്കുകയാണ്. എന്തായാലും അമേരിക്ക, ഇസ്രായേൽ എന്നിവർക്ക് പുറമെ സൗദി അറേബ്യ, യു.എ., ഖത്തർ, തുർക്കി, പാകിസ്ഥാൻ, ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബൃഹത്തായ നയതന്ത്ര ചർച്ചകൾ പൂർത്തിയാക്കിയത് എന്നാണ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ കരാർ ഒപ്പുവെക്കും വരെ ഇറാന്റെ മേലുള്ള നാവിക ഉപരോധം കൂടുതൽ ശക്തമായി തന്നെ തുടരും എന്നായിരുന്നു പ്രഖ്യാപനം. ഈ സമാധാന നീക്കങ്ങൾക്ക് പിന്നാലെ അമേരിക്കൻ താല്പര്യങ്ങളെയും സംശയത്തിന്റെ നിഴലിലാക്കുകയാണ്. എന്തായാലും സമാധാനം പറയുന്നതിലും ഉപരോധത്തിന്റെ ചങ്ങലകൾ മുറുക്കുന്ന ട്രംപിന്റെ ഈ ശൈലി, ഈ വൃത്തികെട്ട ശൈലി ഇറാനെ ഒരു കരാറിലേക്ക് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടുവരാനുള്ള അവസാനത്തെ അടവാണോ, അതോ ഇനി സ്വന്തം യുദ്ധക്കൊതിക്ക് മറയ്ക്കാനുള്ള, അതായത് എത്ര യുദ്ധം ചെയ്താലും മതിയാകാത്ത ഒരു മനുഷ്യൻ എന്നൊരു ലേബൽ വാങ്ങിക്കൂട്ടാനുള്ള തത്രപ്പാടാണോ ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ എന്നാണ് എല്ലാവരും സംശയിക്കുന്നത്. ഇതൊരു താൽക്കാലിക തന്ത്രമാണോ എന്നത് നമുക്ക് വരും ദിവസങ്ങൾ മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തത എത്തുകയുള്ളൂ. അപ്പോൾ എന്തായാലും കരാറിന്റെ തീയതിയും സ്ഥലവും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് പറയുന്ന ട്രംപ് ലോകത്തിൽ ഒരു വലിയ യുദ്ധഭീഷണിയിൽ നിന്നും രക്ഷിച്ചു എന്ന അവകാശവാദമൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. പട നയിക്കാൻ പുറപ്പെട്ട് യുദ്ധക്കളത്തിൽ നിന്നും പതുങ്ങി പിന്മാറിയ ട്രംപിന്റെ ഈ ഒരു ശൈലി അന്താരാഷ്ട്ര തലത്തിൽ വലിയ പരിഹാസങ്ങൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെ വഴിവെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ആക്രമിക്കാൻ ആയുധങ്ങൾ മിനുക്കി മറുഭാഗത്താകട്ടെ സമാധാനത്തിന്റെ കരാറുകൾ എഴുതുകയും ചെയ്യുന്ന ഈ വൈരുദ്ധ്യം ട്രംപിന്റെ വിദേശ നയത്തിന്റെ അസ്ഥിരതയാണ് തുറന്നു കാട്ടുന്നത്. ആഗോള ശക്തികളുടെ കളിപ്പാവയായി മാറുന്ന ഈ നയതന്ത്ര നാടകങ്ങൾ അന്തിമമായി ജയിക്കുന്നത് സമാധാനമാണോ അതോ അമേരിക്കയുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാണോ എന്നത് ലോകം കാത്തിരുന്നാണ് കാണേണ്ടത്. ഇറാനെതിരെ കഴിഞ്ഞ ദിവസം രാത്രി നടത്താനിരുന്ന കനത്ത ആക്രമണത്തിന്റെ പ്രഖ്യാപനത്തിൽ നിന്ന് പിൻവാങ്ങിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അതായത് വെടിനിർത്തൽ ചർച്ചകളിലുണ്ടായ നിർണായകമായ വഴിത്തിരിവാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നാണ് പരക്കെയുള്ള ഒരു റിപ്പോർട്ട്. എന്തായാലും ഇറാന്റെ എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർഗദ്വീപ് പിടിച്ചെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപ് തന്റെ നിലപാടിൽ അപ്പാടെ മാറ്റം വരുത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഇറാനെതിരെ നടത്താനിരുന്ന ആക്രമണങ്ങളും ബോംബിങ്ങുമെല്ലാം റദ്ദാക്കുകയായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയത്. ഇറാന്റെ പരമോന്നത നേതൃത്വവുമായി നടത്തിയ ചർച്ചകൾ വിജയകരമായിരുന്നുവെന്നും അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഈ സൈനിക നടപടിയെല്ലാം നിർത്തുന്നു, അതായത് റദ്ദാക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം ട്രംപ് നടത്തിയത്. എന്തായാലും അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധം തുടരുമെന്ന് മറ്റൊരു രീതിയിൽ ട്രംപ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും ഈ സമാധാന കരാർ അന്തിമമാകുന്നതുവരെ ഒരു തരത്തിലുള്ള നിയന്ത്രണം ഉണ്ടാകും. എന്തായാലും ഈ കരാറിൽ ഒപ്പിടുന്ന സമയവും സ്ഥലവും ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ട്രംപിന്റെ നിലപാട്. എന്നാൽ ഈ വിഷയത്തിൽ ഇറാൻ ഇതുവരെയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള നിലപാടുകളും മലക്കം മറിച്ചിലുകളുമുള്ള ഒരു മനുഷ്യന്റെ പ്രഖ്യാപനമായതുകൊണ്ട് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നും അല്ലെങ്കിൽ സമാധാന കരാർ എത്രത്തോളം പ്രാവർത്തികമാകും എന്ന കാര്യത്തിൽ വരും നാളുകൾ അല്ലെങ്കിൽ വരും മണിക്കൂറുകൾ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള ഒരു വ്യക്തത വരികയുള്ളൂ.